അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, യാസീൻ സൂറത്ത് ഓതുന്നവര് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ഗുണങ്ങൾ, 10 നേട്ടങ്ങൾ, യാസീനെ കൊണ്ട് ലഭിക്കുന്ന 10 ബർക്കത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 10 നേട്ടങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. യാസീൻ അറിയാത്തവര്, കാണാതെ പഠിക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. ചെറുപ്പം മുതൽക്ക് തന്നെ യാസീൻ കാണാതെ പഠിച്ചവരാണ് നമുക്കെയും. അപ്പൊ യാസീൻ പതിവാക്കുന്നവർ ഈ 10 പ്രത്യേകതകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. യാസീൻ എങ്ങനെയെല്ലാം ഓതാം, എന്തെല്ലാം ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാൽ പെട്ടെന്ന് ഹാസിലാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, യാ അലി ഇഖ്റ യാസീൻ, നിങ്ങളുടെ ജീവിതത്തിൽ യാസീൻ സൂറത്ത് നിങ്ങൾ പതിവാക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ഓതണം. ഫഇന്ന ഫീ യാസീൻ 10 ബർക്കാത്ത്. യാസീൻ സൂറത്ത് ഓതുന്നവർക്ക്, പതിവാക്കുന്നവർക്ക് അള്ളാഹു ജീവിതത്തിൽ 10 ബർക്കത്തുകൾ, 10 നേട്ടങ്ങൾ, 10 ഗുണങ്ങൾ, 10 സൗഭാഗ്യങ്ങൾ അള്ളാഹു നൽകും. വലിയ മഹത്വമുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമായ എല്ലാത്തിനും പരിഹാരം നൽകുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് ഒരു ദിവസം പോലും നിങ്ങളത് ഒഴിവാക്കരുത്. അതിൽപ്പെട്ട ഒന്നാമത്തെ ബർക്കത്ത്, ഒന്നാമത്തെ നേട്ടം, മാ ഖറഅഹ ജായിഉൻ ഇല്ലാ ശുബിഅ. യാസീൻ സൂറത്ത് പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നൽകൂല. രണ്ടാമത്തേത് വലാ ലമാനുൻ ഇല്ലാ റുവിയ. വെള്ളത്തിന് ബുദ്ധിമുട്ട് അള്ളാഹു നൽകൂല. ദാഹിച്ചവന്റെ ദാഹം തീർക്കുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. വല ആരിന്നില്ല കുസിയ. അതുപോലെ തന്നെ വസ്ത്രത്തിനിക്ക് അള്ളാഹു ബുദ്ധിമുട്ട് നൽകൂല. ജീവിതത്തിൽ അനിവാര്യമായ 3 കാര്യമാണ് ഭക്ഷണം, വസ്ത്രം, പാനീയം, വെള്ളം. ഇത് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ സാധിക്കൂല. അപ്പൊ ഈ 3 കാര്യത്തിനും അള്ളാഹു ബുദ്ധിമുട്ട് നൽകൂല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകൂല എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല സന്തോഷമുള്ള, നല്ല ഹാപ്പിയുള്ള, നല്ല റാഹത്തുള്ള, നല്ല ജീവിതം ഉണ്ടാകും. നാം എപ്പോഴും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ദുആ ചെയ്യുന്നതുമായ ഒന്നാണല്ലോ സന്തോഷമുള്ള ജീവിതം, റാഹത്തുള്ള ജീവിതം, മനസ്സമാധാനമുള്ള ജീവിതം, ബർക്കത്തുള്ള ജീവിതം നൽകണമെന്നാണല്ലോ. അപ്പൊ യാസീൻ പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വെള്ളത്തിനോ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നൽകൂല. അതുപോലെ തന്നെ 4ാമത്തെ പ്രത്യേകത, വിവാഹകാര്യം അള്ളാഹു പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും. അതുകൊണ്ടാണല്ലോ സയ്യിദന്മാരുടെ അടുത്ത്, ഏതെങ്കിലും മഹാന്മാരുടെ അടുത്ത് നാം വിവാഹം കാര്യം പെട്ടെന്ന് ശരിയാകാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവര് നമുക്ക് പറഞ്ഞു തരുന്നത്, ഇത്ര ദിവസം കൊണ്ട് ഇത്ര യാസീൻ ബദരീങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലോ ഏതെങ്കിലും മഹാന്മാരുടെ പേരിൽ ഓതി തീർക്കുക. ഇത് ഇത്ര മാസത്തിന്റെ ഇടയിൽ, അതിന്റെ ഇടയിൽ അള്ളാഹു പെട്ടെന്ന് നല്ല ആലോചന വരും, പെട്ടെന്ന് അള്ളാഹു ശരിയാക്കി തരും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ വലാ മരീദുൻ ഇല്ലാ ബുരിആ. രോഗികൾക്ക് വലിയ സമാധാനം നൽകും, രോഗങ്ങൾക്ക് ശിഫാ നൽകും. വലാ മഹ്ബൂസുൻ ഇല്ലാ ഉഖ്രിജ. അറസ്റ്റ് ചെയ്യപ്പെട്ടവര്, ജയിലിലടക്കപ്പെട്ടവര്, കുടുങ്ങിയവര്, കുടുക്കിൽപ്പെട്ടവര് പെട്ടെന്ന് രക്ഷപ്പെടും. വലാ മുസാഫിറുൻ ഇല്ലാ ഉഈന അലാ സഫരിഹി. യാത്രയിൽ വലിയ സഹായമുണ്ടാകും. യാസീനോദി യാത്രക്കിറങ്ങിയാൽ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിക്കും. അതുപോലെ തന്നെ വലാ യഖറഊന ഇൻദ മയ്യിത്തിൻ ഇല്ലാ ഖുഫിഫല്ലാഹു അൻഹു. മരണ വീട്ടിൽ അല്ലെങ്കിൽ മയ്യത്തിന്റെ അടുത്ത്, ഖബറിന്റെ അടുത്ത് യാസീൻ സൂറത്ത് ഓതിയാൽ ആ മയ്യത്തിനിക്ക് വലിയ സമാധാനം ലഭിക്കും. ശിക്ഷയിൽ നിന്ന് അള്ളാഹു ഇളവ് നൽകും. അതുപോലെ തന്നെ വലാ ഖറഅഹ റജുലുൻ ലഹു ളാല്ലത്തുൻ ഇല്ലാ വജദഹ. കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ വേണ്ടി യാസീൻ ഓതിയാൽ പെട്ടെന്ന് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ
നാം ആഗ്രഹിക്കുന്ന 10 നേട്ടങ്ങൾ. ഭക്ഷണത്തിനിക്ക് ഒരു ബുദ്ധിമുട്ട് നൽകൂല, വെള്ളത്തിനിക്ക് ബുദ്ധിമുട്ടുണ്ടാകൂല, വസ്ത്രത്തിനൊക്കെ ബുദ്ധിമുട്ട് വരൂല, അതുപോലെ തന്നെ വിവാഹ കാര്യം പെട്ടെന്ന് ശരിയാകും, ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടും, അതുപോലെ തന്നെ രോഗങ്ങൾക്ക് വലിയ ശിഫാ ഉണ്ടാകും, അതുപോലെ തന്നെ കുടുക്കിൽപ്പെട്ടവര് പെട്ടെന്ന് രക്ഷപ്പെടും, യാത്രയിൽ വലിയ ബർക്കത്തും സമാധാനവും സഹായമുണ്ടാകും, കളഞ്ഞുപോയ വസ്തു പെട്ടെന്ന് തിരിച്ചു കിട്ടും. ഈ 10 നേട്ടങ്ങൾ, ഈ 10 ആവശ്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ യാസീന് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത് യാസീൻ സൂറത്ത് പതിവാക്കുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു നിശ്ചിത കണക്ക് വെച്ച് 313 യാസീന് ബദരീങ്ങളുടെ കണക്കനുസരിച്ച്, അതുപോലെ തന്നെ അംബിയാ മുർസലീങ്ങളുടെ കണക്കനുസരിച്ച് നാം ചൊല്ലിയാൽ നമ്മുടെ എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും, എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും, എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും അള്ളാഹു പെട്ടെന്ന് സഫലമാക്കി തരും. യാസീനിന്റെ ഒരുപാട് മഹത്വങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യാസീൻ സൂറത്ത് എങ്ങനെയെല്ലാം ഓതിയാൽ നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരും. യാസീൻ ലിമാ കുരി അലഹു, എന്ത് ഉദ്ദേശം വെച്ച് ഓതിയാലും യാസീന് കൊണ്ട് നമുക്ക് ആ ഉദ്ദേശം പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഒരാളെ പകലിന്റെ ആദ്യ സമയത്ത്, ദുഹയുടെ സമയത്ത് ഓതിയാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും. അതുപോലെ തന്നെ യാസീന് ഒരു പ്രാവശ്യം ഓതിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനിക്ക് നൽകുന്നത് 10 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഓതിയ വലിയ പ്രതിഫലം അള്ളാഹു നൽകും. അതുപോലെ തന്നെ രാത്രിയിൽ മൻഖറ സൂറത്ത് യാസീൻ ഫീ ലൈലത്തിൻ, രാത്രിയിൽ ഒരാൾ സൂറത്ത് യാസീൻ ഓതി കിടന്നാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹിയാകുമ്പോൾ പുറത്തു കൊടുക്കും. മന്ദാവമാല ഖിറാഅത്തിയ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും യാസീൻ പതിവാക്കുന്നവര് ആ രാത്രിയിൽ മരണപ്പെട്ടാൽ മാത്ത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. മഹാനായ ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീറിൽ യാസീനിന്റെ ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും പറഞ്ഞ സ്ഥലത്ത് മഹാനവരുകൾ പറഞ്ഞത് അന്നഹാ മാ ഖുരിഅത്തുൽ ഷൈഇൻ അംറിൻ അശീരിൻ ലാ യസ്റഉല്ലാഹ്, ഒരു ബുദ്ധിമുട്ടായ, ഒരു നേടിയെടുക്കാൻ പ്രയാസമായ ഒരു കാര്യം മുമ്പിൽ വന്നാൽ അത് എളുപ്പമാകാൻ യാസീൻ ഓതിയാൽ അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരും. ഇങ്ങനെ ഒരുപാട് മഹത്വമുള്ള ഒരു സൂറത്താണ് യാസീൻ. അതുകൊണ്ട് യാസീനിന്റെ മഹത്വങ്ങളും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ഫായിദകളും ഖുസൂസിയാത്തുകളും നേട്ടങ്ങളും നാം അറിഞ്ഞിരിക്കണം. അത് നാം അറിയാതെ പോയാൽ പ്രിയപ്പെട്ടവരെ, യാസീന് കാണാതെ പഠിച്ചവരാണ്. ഇതൊന്നും അറിയാതെ പോയാൽ അത് നമുക്ക് വലിയ നഷ്ടമായി പോകും. റബ്ബ് സുബ്ഹാനഹു തആല ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ചെയ്യുവാനും പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.